ക്രൈസ്തവ മതവുമായി ബന്ധപ്പെട്ട രണ്ട് സന്യാസിനിമാർ, സഭാ പ്രവർത്തകരായിട്ടുള്ള രണ്ട് സന്യാസിനിമാർ ജയിലിൽ കിടക്കുകയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ജയിലിൽ നിന്ന് പുറത്തിറങ്ങുക എന്ന് പറയുന്നത് വലിയ കാര്യമായി കരുതുന്നവരാവില്ല അവർ എന്നാണ് എൻ്റെ ധാരണ. കാരണം BJP ഇന്ത്യ രാജ്യം ഭരിക്കുമ്പോൾ ഉത്തരേന്ത്യയിൽ ന്യൂനപക്ഷ മതവിഭാഗത്തിൽപ്പെട്ടവർക്ക് സഭാവസ്ത്രം ധരിച്ച് സഞ്ചരിക്കാനോ ആ മതവിശ്വാസം പ്രചരിപ്പിക്കാനോ അതിൻ്റെ ഭാഗമായി വിദ്യാലയങ്ങളും സ്ഥാപനങ്ങളും നടത്താനോ സാധിക്കാത്ത വിധം നിരവധിയായ കടന്നാക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു നാട്ടിൽ ഇപ്രകാരം ധൈര്യസമേതം യാത്ര ചെയ്ത രണ്ട് സഹോദരിമാരെന്ന നിലയ്ക്ക് അവർ അവരുടെ സഭാവിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നവരാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ക്രിസ്തുദേവൻ്റെ യാത്രയിൽ അങ്ങയുടെ ഹിതം നിറവേറട്ടെ എന്ന് ദൈവവിധിയാണ് താൻ അനുഭവിക്കുന്നത്, അതിൻ്റെ ഭാഗമായി ദൈവഹിതമാണ് ഞാൻ നടപ്പാക്കുന്നത്. തൻ്റെ ദേഹത്ത് ആഴ്ന്നിറങ്ങുന്ന ഓരോ മുള്ളാണിയും ആ ദൈവഹിതത്തിൻ്റെ ഭാഗമായ യാതന നിർഭരമായൊരു ജീവിതത്തിലൂടെ എൻ്റെ ശരീരം വിഭജിക്കപ്പെടാൻ, എൻ്റെ രക്തം ഒഴുക്കപ്പെടാൻ, അതിലൂടെ പാപത്തിൻ്റെ മോചനത്തിന് ഒരവസരമുണ്ടാകാൻ ജനങ്ങൾക്ക് അവസരം കിട്ടട്ടെ എന്ന തരത്തിൽ യാതന ഏറ്റുവാങ്ങുന്നൊരു ക്രിസ്തുമാർഗത്തെക്കുറിച്ചാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കന്യാസ്ത്രീകളായ രണ്ട് സഹോദരിമാർക്ക് വേഗം ജയിലിൽ നിന്നിറങ്ങണം, അതിലൂടെ എന്തോ ആശ്വാസം കിട്ടും എന്ന് ചിന്തിക്കുന്നവരാണ് അവർ എന്ന് ഞാൻ കാണുന്നില്ല. ഇവിടെ ഭരണപരമായൊരു വീഴ്ചയോ അതിൻ്റെ ഭാഗമായി തിരുത്തലോ എന്ന നിലയ്ക്ക് ഈ പ്രശ്നത്തെ ചുരുക്കി കാണാൻ CPM ആഗ്രഹിക്കുന്നില്ല. ഛത്തീസ്ഗഡിലെ ഗവൺമെൻറ്റിന് ഭരണപരമായൊരു വീഴ്ച പറ്റി. ആ വീഴ്ച തിരുത്താൻ ഇടതുപക്ഷത്തെയും അതുപോലെ തന്നെ UDFിലെയും അല്ലെങ്കിൽ BJPയിലെ തന്നെയും ആളുകളുടെ സമ്മർദ്ദത്തിൻ്റെ ഫലമായി BJP കേന്ദ്ര നേതൃത്വമോ കേന്ദ്ര സർക്കാരോ തയ്യാറായി. അതിന് അമിത്ഷാ ഒരു നിമിത്തമായി എന്ന തരത്തിൽ ഇതിനെ വ്യാഖ്യാനിക്കാൻ CPM തയ്യാറല്ല. ഇത്തരം കാര്യത്തിൽ ഒരു വിഷയത്തിനകത്ത് എന്തെങ്കിലും പരിഹാരം ഭരണപരമായി എടുക്കുന്നുണ്ടെങ്കിൽ അത് സ്വാഗതാർഹമാണ്. ശരി, ശ്രേൽകുമാർ, ഞാൻ അങ്ങേലേക്ക് വരാം. പക്ഷേ അങ്ങേലേക്ക് വരാം. ശ്രേൽകുമാർ, ദേവീത ഒന്ന് സഹകരിക്കുക. ശ്രീ NK പ്രേമചന്ദ്രൻ MP ഇപ്പോൾ തത്സമയം എത്തിയിട്ടുണ്ട്. ശ്രീ